കോഴിക്കോട് ന്യൂ പാളയം മാർക്കറ്റ് ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെ കച്ചവടക്കാരുടെ പ്രതിഷേധം എന്ന വാർത്തയിലേക്ക് പോവുകയാണ്. പഴയ പാളയം മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇന്ന് അവർ കരുതലും ആചരിക്കുകയാണ്. വാ മൂടിക്കെട്ടിയൊക്കെയുള്ള പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ട്. ഷഹദ് റഹ്മാൻ ചേരുന്നു പാളയം മാർക്കറ്റിൽ നിന്നും. ഷഹദ്, എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഭേദമില്ലാത്ത ഒരു സമരം ജീവനക്കാർക്ക്, ഒരു അമർഷം ജീവനക്കാർക്കുണ്ട്, അല്ല അവിടുത്തെ ജോലിക്കാർക്കുണ്ട് അല്ലേ? തീർച്ചയായും ഹാഷ്മി, കാരണം ഈ പാളയം മാർക്കറ്റ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് കോഴിക്കോട് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്താ പാളയം മാർക്കറ്റ് മാറ്റുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ന്യൂ പാളയം മാർക്കറ്റ്, അതായത് കല്ലുത്താൻ കടവിലാണ് പുതിയ ന്യൂ പാളയം മാർക്കറ്റ് ആരംഭിക്കുന്നത്. ഇതിനെതിരെയാണ് ഒരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു വിഭാഗം വ്യാപാരികൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി അല്ലെങ്കിൽ 3 മാസക്കാലമായി തുടർച്ചയായിട്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വലിയൊരു വിഭാഗം വ്യാപാരികളുടെ എതിർപ്പ് മറികടന്ന് പുതിയ കെട്ടിടത്തിലേക്ക്, അതായത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ കെട്ടിടത്തിലേക്കാണ് പാളയം മാർക്കറ്റ് മാറ്റുന്നത്. എന്നാൽ വ്യാപാരികൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നതിന്റെ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെയില്ല. മറ്റൊന്ന്, ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി വാടക പുതിയതായിട്ട് ആരംഭിക്കുന്ന പാളയം മാർക്കറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഉന്തുവണ്ടി കച്ചവടക്കാർ, അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർ, അത്തരം ആളുകളെ പുതിയ മാർക്കറ്റിൽ പരിഗണിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വ്യാപാരികളും അല്ലെങ്കിൽ ഈ കച്ചവടക്കാരും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ ഇത്തരം ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എന്താണ് പ്രധാനമായിട്ടും നമ്മളൊരു ആരോപണം എന്താണ്? ഇപ്പൊ എന്തായാലും മാർക്കറ്റ് അവിടെ പുതുതായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അപ്പം എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? പാളയം പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് അനുയോജ്യമായ കടകളല്ല അവിടെ നൽകിയിട്ടുള്ളത്. ഓവുചാലിന്റെ മുകളിൽ ഷീറ്റിട്ടിട്ട് 23 കടമുറികൾ, ജനങ്ങൾ തീരെ വരാൻ സാധ്യതയില്ലാത്ത ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ ആളെത്തിപ്പെടാത്ത സ്ഥലത്ത് ബാക്കിയുള്ള പീടികൾ. ഇപ്പം നിലവിലുള്ള പീടിയന്റെ സൗകര്യം അവിടെ പച്ചക്കറി മാർക്കറ്റിലെ ഷോപ്പുകാർക്കില്ല. അവിടെ കാര്യമായിട്ടുള്ള ഷോപ്പുകളൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് കമ്പനി വിറ്റ് കാശാക്കിയിട്ട് ആർക്കും വേണ്ടാത്ത സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ കച്ചവടക്കാർക്ക് നൽകിയിട്ടുള്ളത്. അതിൽ പ്രതിഷേധിച്ചാണ് കാര്യമായിരുന്നത്. തീർച്ചയായും അതായത് ഇപ്പോഴുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ പുതുതായി ആരംഭിച്ചിട്ടുള്ള ന്യൂ പാളയം മാർക്കറ്റിൽ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ടാണ് വലിയൊരു വിഭാഗം വ്യാപാരികൾ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് നമ്മളെ ഓൾഡ് പാളയം, അതായത് പഴയ പാളയം, പുതിയ പാളയം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പാളയം മാർക്കറ്റിൽ ഇപ്പോൾ കരിദിനം ആചരിക്കുകയും വായ മൂടിക്കെട്ടി പ്രതിഷേധിക്കുകയും ഒപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ച പാളയത്തിന്റെ ഈ തെരുവുകളിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. കനത്ത പോലീസ് കാവലിലാണ് പുതുതായി ആരംഭിച്ചിട്ടുള്ള ന്യൂ പാളയം മാർക്കറ്റിൽ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അതിനിടയിലാണ് ഇവിടെ ഓൾഡ് പാളയം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഹാഷ്മി, കച്ചവടക്കാരുടെ പ്രതിഷേധമാണ് അവിടെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ വലിയ പ്രതിഷേധം കരുതലും ആചരിക്കുന്നത്. അവിടെ ഷഹദ്, ഇതിൽ എനിക്കൊന്നു രാഷ്ട്രീയ ഭേദമില്ലാത്ത പ്രതിഷേധമാണെന്ന് തന്നെ തോന്നുന്നു അല്ലേ? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം നിലവിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല ഇവിടെ സമരം ചെയ്യുന്നത്. കച്ചവടക്കാർ ഒന്നാകെ ഒരുമിച്ചാണ് ഇവിടെ ഈ പ്രതിഷേധ സമരം നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടെ കച്ചവടം ചെയ്യുന്ന എല്ലാ കച്ചവടക്കാരും ഒരുമിച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം ഇവിടെ സമരം നടക്കുകയാണ്, പൂർണ്ണമായിട്ടും ബ്ലോക്ക്. പാളയം മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്തി തരണം. നമ്മളെ തൊഴിലാളികൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടില്ലേ? എന്തായാലും ഈ പൈതൃകമായ മാർക്കറ്റ് നമ്മളെ തൊഴിലാളികൾക്ക് വേണ്ടി നിലനിർത്തി തരണം. നമ്മൾ ഈ വികസനത്തിനോ വേറെ ഒരു തന്നെ ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ ഈ പാളയം മാർക്കറ്റിൽ ജീവിക്കുന്ന 5000 കുടുംബങ്ങളുണ്ട്, അനുബന്ധ മേഖലകളുണ്ട്. ഇതിനൊക്കെ ഇവിടെ നിലനിർത്തി തരണം പറഞ്ഞ് ഇതിന് ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മളെ സമരം ഇവിടെ ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മൊത്തം കഷ്ടപ്പെട്ട് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ഇത് കണ്ടില്ല, ഈ ജനം പോയി ഇതിനെതിരാ. ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനനുബന്ധിച്ചിട്ട് ഇതുവരെ വലിയ പ്രതിഷേധം ഉണ്ടാവാൻ നേരത്തെ മുതലേ പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് പുതിയ ഉദ്ഘാടനം നടക്കാനിരിക്കെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് അവിടുത്തെ കച്ചവടക്കാർ, വ്യാപാരികളൊക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.